ദൈവത്തിന് സ്തോത്രം. ഒരു സന്ധ്യായാമം കൂടി നമുക്ക് ദൈവം നൽകി തന്ന ദൈവത്തിൻ്റെ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ദൈവിക വചനം നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് വിടുതലായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾ നൽകി തന്ന പിന്തുണ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നും ഈ ചാനലിലൂടെ വരുന്ന ദൈവിക വചനങ്ങൾ കേട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ, നിങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ സംഗതിയായി തീരട്ടെ. ഇന്ന് വൈകുവേളയിലും കർത്താവിൻ്റെ സ്റ്റേറ്റ് പാസ്റ്റർ ആൻ്റണി ജോസഫ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം ഇന്ന് നമുക്ക് കേൾക്കാം. കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. കേട്ട് തള്ളിക്കളയാതെ അത് ഏറ്റെടുത്ത് വിടുതൽ പ്രാപിപ്പാൻ എൻ്റെ കേൾവിക്കാരോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിൻ്റെ ദാസനെ ഞാൻ മൈക്ക് കൈമാറുന്നു. കർത്താവിന് സ്തോത്രം. ഡോക്മായുടെ 20ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള അത് തുടർ പഠനമാണല്ലോ. നമുക്കറിയാം, അത് വിഗ്രഹം ഏതുമില്ല എന്ന് തിരുവചനത്തിൻ്റെ അകത്ത് ഉണ്ടായിട്ടും അനേകർ അത് സ്തോത്രം വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നു. എന്തിനു പറയുന്നു? യേശു ക്രിസ്തുവിൻ്റെ അത് രൂപം പോലും വെച്ച് ഇന്ന് ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ ചിത്രം അത് എവിടുന്ന് ലഭിച്ചു എന്ന് അത് സ്തോത്രം അന്നത്തെ കാലത്ത് അങ്ങനെ കർത്താവിൻ്റെ ചിത്രം എടുത്തതായിട്ടോ ഒന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആദിമ നൂറ്റാണ്ടിലുള്ള ക്രൈസ്തവർ അത് സ്തോത്രം ഒരു വിഗ്രഹവും വെച്ച് അത് ആരാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം 20ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള 10 കൽപ്പനയിലെ 2ാമത്തെ കൽപ്പന അത് സ്തോത്രം പുതിയ നിയമ ക്രൈസ്തവ വിശ്വാസികളും പുലർത്തിപ്പോന്നു എന്നുള്ളതാണ്. വായിച്ചാട്ടെ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. കണ്ടോ? അപ്പോൾ അവിടെ യാതൊന്നിന് സ്വർഗത്തിലുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതുപോലെ തന്നെ അത് സ്തോത്രം ദൂത സംഘങ്ങൾ, ഇവരുടെ ആരുടെയും എന്ത് ചെയ്യാൻ പാടില്ല? വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാൻ പാടില്ല. അടുത്തത് വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ദൈവം തമ്പുരാൻ തീഷ്ണതയോടെ ജീവനുള്ളവനായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അത് സ്തോത്രം സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് താഴെയുള്ളതോ ആയ യാതൊന്നിൻ്റെയും വിഗ്രഹമുണ്ടാക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനമാകിയാൽ അതുണ്ടാക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ ആയാലും യേശുക്രിസ്തുവിൻ്റെ ആയാലും പരിശുദ്ധാത്മാവിൻ്റെ ആയാലും ദൂതന്മാരുടെ ആയാലും ദൈവകൽപ്പനയാണ് ഉണ്ടാക്കരുത് എന്നുള്ളത്. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ച്, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലേക്ക് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് നോക്കിക്കേ. യേശുക്രിസ്തുവിൻ്റേതെന്ന് പറയുന്ന രൂപത്തിലേക്ക്, ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. അതേ സ്തോത്രം മുടിയൊക്കെ നീട്ടി, അതേ സ്തോത്രം സിമ്പിൾ കുട്ടനായിട്ടിരിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ തലമുടിയൊക്കെ നീട്ടാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം 11ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? പ്രകൃതി തന്നെ പഠിപ്പിച്ചിരിക്കെ അതേ സ്തോത്രം ഇങ്ങനെ തലമുടിയൊക്കെ നീട്ടിയ ഒരു പുരുഷൻ, അതേ സ്തോത്രം ഇങ്ങനെ നമ്മളുടെ ഭവനങ്ങളിൽ, ആലയങ്ങളിൽ, വഴിയോരങ്ങളിൽ യേശുക്രിസ്തു എന്ന പേരിൽ വിലസുമ്പോൾ ഇത് യേശുക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അതുകൊണ്ട് അതേ സ്തോത്രം ശ്രദ്ധിക്കുക നിങ്ങൾ. അതേ ഈ മുടി നീട്ടിയ യേശുക്രിസ്തു അത് യഥാർത്ഥമായിട്ടുള്ള യേശുക്രിസ്തുവല്ല.
യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ, അത് യേശുക്രിസ്തുവിൻ്റെ പ്രതിമ, യേശുക്രിസ്തുവിൻ്റെ രൂപം, അതേ സ്തോത്രം ആർക്കും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ബാബിലോണിയ മതത്തിൽ നിന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളിൽ നിന്നും പകർത്തിയെടുത്തവയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ രൂപത്തെക്കുറിച്ച് ഒരിക്കൽ ഞാൻ കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തുന്ന ഒരു വൈദികനോട് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞത് വളരെ രസകരമായ ഒരു അതേ സ്തോത്രം കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, വേറോനിക്ക തിരുമുഖം തുടച്ചപ്പോൾ തുവാലയിൽ പതിഞ്ഞ രൂപം അല്ലെങ്കിൽ മുഖമാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, വേറോനിക്ക തിരുമുഖം തുടച്ചപ്പോൾ തുവാലയിൽ പതിഞ്ഞ മുഖം അല്ലെങ്കിൽ രൂപം ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതാണ് കത്തോലിക്ക മതം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത്. കത്തോലിക്ക മതം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ 227 പുസ്തകങ്ങളുണ്ട്. മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള 27 പുസ്തകങ്ങളുണ്ട്. 260 അധ്യായങ്ങളിലായി 7952 വാക്യങ്ങളിലായി 1,81,253 വാക്കുകളിലായി വേറോനിക്ക എന്നൊരു സ്ത്രീയോ മുഖം തുടച്ച ഒരു സംഭവമോ ഇല്ലെന്ന് കാണുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ കള്ളക്കളിയും കപടമതത്തിൻ്റെ പൊള്ളത്തരങ്ങളും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ശ്രദ്ധിക്കൂ, അങ്ങനൊരു സംഭവമേ വിശുദ്ധ വേദപുസ്തകത്തിലില്ല. അപ്പോൾ കെട്ടുകഥകളും അതേ സ്തോത്രം മുത്തശ്ശി കഥകളും ഒക്കെ മെനഞ്ഞെടുത്ത് അതേ സ്തോത്രം അണികളെ അതിൻ്റെ അകത്ത് അതേ സ്തോത്രം ഭക്തിയുടെ വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയയുടെ രൂപം, മറ്റ് ശിഷ്യന്മാരുടെ രൂപം ഇവയൊക്കെ എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടിയില്ല. അതേ സ്തോത്രം നമ്മൾ ഒരു വാക്കിനങ്ങ് സമ്മതിക്കാം. വേറോനിക്ക അതേ സ്തോത്രം എന്ന കഥാപാത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും അതേ സ്തോത്രം നമ്മളങ്ങ് സമ്മതിക്കുന്നു. മുഖമൊക്കെ ഒപ്പിയെടുത്തു എന്നും അങ്ങ് സമ്മതിക്കുന്നു. എന്നാൽ അതിൻ്റെ ഉടലെവിടുന്ന് കിട്ടി? യേശുക്രിസ്തുവിൻ്റെ ഉടലെവിടുന്ന് കിട്ടി? ഇനി മാതാവിൻ്റെ രൂപം എവിടുന്ന് കിട്ടി? ശിഷ്യന്മാരുടെ രൂപം എവിടുന്ന് കിട്ടി? ഇതിനൊന്നും മറുപടി പറയുവാൻ അതേ സ്തോത്രം ഇവർക്കാർക്കും കഴിയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ പൊള്ളത്തരങ്ങൾ അത് കടിച്ചു തൂങ്ങി നിൽക്കുന്നവർ ഇതിനെല്ലാം ഉത്തരം പറയണം. ഈ കള്ളക്കഥകളിലേക്ക് വിശ്വസിപ്പിക്കാനാണ് അതേ ഷിബു പീഡിയക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതാണ് ശരി, വിഗ്രഹാരാധനയൊന്നും തെറ്റല്ല അതേ എന്നും പറഞ്ഞുകൊണ്ട് അതേ സ്തോത്രം ഫേസ്ബുക്കിലും ലൈവിലും ഒക്കെ വന്ന് അതേ സ്തോത്രം ആളുകളെ വശീകരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനിയും നമുക്ക് നോക്കാം, ഈ രൂപം എവിടെ നിന്നാണ് കിട്ടിയത്? യേശുക്രിസ്തുവിൻ്റെ രൂപം എവിടെ നിന്നാണ് കിട്ടിയത്? അതേ സ്തോത്രം ചരിത്രത്തിലേക്ക് നാം ഒന്ന് അതേ സ്തോത്രം നോക്കിയാൽ AD 1452 1519 ഇടയ്ക്ക് റോമിൽ ജീവിച്ചിരുന്ന പിയാത്രോ ബാന്തനെല്ലി എന്ന ഒരു യാചകൻ്റേതാണെന്ന് കാണുവാൻ കഴിയും. ഒന്നുകൂടെ പറയാം, AD 1452 1519 ഇടയ്ക്ക് റോമിൽ ജീവിച്ചിരുന്ന പിയാത്രോ ബാന്തനെല്ലി എന്ന ഒരു യാചകൻ്റേതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രസിദ്ധ ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചി തൻ്റെ ഭാവനയിൽ അന്ത്യ വിരുന്നിൻ്റെ ചിത്രം അതേ സ്തോത്രം വരച്ചപ്പോൾ യേശുവിനെയും യൂദാസിനെയും വരച്ചത് ഈ യാചകനെ മോഡലിരുത്തിക്കൊണ്ടാണ്. അപ്പം ഈ യാചകനായിരിക്കുന്ന പിയാത്രോ ബാന്തനെല്ലി എന്ന് പറയുന്ന യാചകനാണ് എന്ന് യേശുക്രിസ്തുവിൻ്റെ പേരിൽ ചിത്രങ്ങളിലും രൂപങ്ങളിലും ഒക്കെ അതേ സ്തോത്രം ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ പോയാണ് അനേകരും കുരിശു വരച്ചുകൊണ്ടിരിക്കുന്നത്, മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നത്, അനേകരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സ്തോത്രം ചരിത്രത്തിലേക്കൊന്ന് നിങ്ങൾ അതേ ആത്മാർത്ഥമായിട്ടൊന്ന് കടന്നു വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഓർപ്പിക്കുക. അതേ സ്തോത്രം ഇന്ന് ശ്രദ്ധിച്ച് അൾത്താരകളിലും അതുപോലെ തന്നെ മുറികളിലും വീടുകളിലും എല്ലാം
ഈ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, കത്തോലിക്കരുടെ തന്നെ പത്രമായിരിക്കുന്ന ദീപിക പത്രം 1985 ജൂൺ മാസം 23-ാം തീയതി വന്ന അതേ പേപ്പർ കട്ടിങ്ങിൽ നിന്ന് ഞാനിത് പറയുന്നത്. ഒന്നുകൂടെ പറയാം, 1985 ജൂൺ മാസം 23. കൂടാതെ സർവവിജ്ഞാനകോശം വാല്യം നമ്പർ 1, അതേ പേജ് നമ്പർ 196, 975, 611. മാത്രമല്ല PDC ഫസ്റ്റ് ഇയർ എ ടെസ്റ്റ് ഓഫ് ഗുഡ് പ്രോസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതേ സ്തോത്രം ആ പുസ്തകത്തിൻ്റെ അകത്തും രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളായി പറഞ്ഞത്. എന്താ പറഞ്ഞത്? AD 1452 1519 ഇടയ്ക്ക് റോമിൽ ജീവിച്ചിരുന്ന പിയാത്രോ ബാന്തനെല്ലി എന്ന ഒരു യാചകൻ്റേതാണെന്ന് കാണുവാൻ കഴിയും. പ്രസിദ്ധ ചിത്രകാരൻ ലിയോനാർഡോ ഡാവിഞ്ചി അന്ത്യവിരുന്നിൻ്റെ ചിത്രം തൻ്റെ ഭാവനയിൽ വരച്ചപ്പോൾ യേശു ക്രിസ്തുവിനെയും യൂദാസിനെയും വരച്ചത് ഈ യാചകനെ മോഡലിരുത്തിയാണ്. അതിൻ്റെ പതിപ്പാണ് അൾത്താഴകളിലും വീടുകളിലും കാണപ്പെടുന്ന യേശുവിൻ്റെ ചിത്രം. ഞാൻ പറഞ്ഞതല്ല, ദീപിക, അതുപോലെ തന്നെ അതേ സ്തോത്രം ടെസ്റ്റ് ഓഫ് ഗുഡ് പ്രോസ്, അതുപോലെ തന്നെ അതേ സ്തോത്രം സർവവിജ്ഞാനകോശം വാല്യം നമ്പർ 1, പേജ് 196, 975, 611. അതുകൊണ്ട് അതേ സ്തോത്രം ആരെങ്കിലും മൂക്കത്ത് വിരൽ വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചരിത്രപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുവാൻ അത് ഇടയായിത്തീരും. യേശുവിൻ്റെ എന്ന് ധരിച്ച് ചിത്രം വെച്ച് ആരാധിക്കുന്നവരെ, നിങ്ങളെയും നിങ്ങളുടെ വിഗ്രഹാരാധനയെ ഓർത്ത് സാക്ഷാൽ യേശു കർത്താവ് നൊമ്പരപ്പെടുകയാണ്. ഇവയെല്ലാം കണ്ട യേശു ക്രിസ്തു അവൻ്റെ ന്യായവിധിയുടെ കരം വിഗ്രഹാരാധകർക്കെതിരെ നീട്ടാതിരിക്കേണ്ടതിന് ആത്മാവാകുന്ന കർത്താവിനെ ആ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മാപ്പപേക്ഷിച്ചാൽ ദൈവം ഈ വലിയ പാപത്തിൽ നിന്ന്, ഏറ്റവും വലിയ പാപത്തിൽ നിന്ന് നിങ്ങളെ ഒരു വിധത്തിൽ മോചിപ്പിച്ചേക്കാം. ക്ഷമിക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അതേ സ്തോത്രം പ്രാർത്ഥിച്ചാൽ, അതേ ഈ വിഗ്രഹാരാധന വിട്ട് സത്യദൈവത്തിലേക്ക് വന്ന് നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ അതേ സ്തോത്രം നിങ്ങൾക്ക് മോചനം ലഭിച്ചേക്കാം. ഇനിയും ശ്രദ്ധിച്ചേ, ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ എത്രമാത്രം നിലവിളിച്ചാലും ഈ ദൈവം തമ്പുരാൻ കേൾക്കത്തില്ല. ഏതാ ഈ വിഗ്രഹ ദൈവങ്ങൾ അത് കേൾക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ സ്തോത്രം വിഗ്രഹത്തെ ദൈവമെന്ന് കരുതി അവയ്ക്ക് ധൂപം കാട്ടുന്നതും വണങ്ങുന്നതുമെല്ലാം ഏറ്റവും ഹീനവും നികൃഷ്ടവും മ്ലേച്ഛതയുമാണെന്ന് മാത്രമല്ല, അത് വേശ്യാവൃത്തിക്ക് തുല്യമായി ആത്മീയ വ്യഭിചാരമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞങ്ങളല്ല, വിശുദ്ധ വേദപുസ്തകം. വായിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ അധ്യായം മുഴുവൻ ദൈവം നൊമ്പരപ്പെടുക. ദൈവത്തിൻ്റെ കോലത്തിൻ്റെ മുമ്പിൽ പോയി അതേ സ്തോത്രം ഇസ്രയേലിൻ്റെ ആലയത്തിൽ പോലും ചുവരുകളിലും അതേ സ്തോത്രം പോലെ യാഗപീഠങ്ങളിലും യാഗപീഠത്തിന് മുമ്പിലും ബിംബങ്ങളെ വെച്ച് ആരാധിക്കുന്നത് കണ്ടപ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരാന് തന്നെ അതേ സ്തോത്രം വളരെ അത് ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതായിട്ട് വന്നു. നമുക്ക് വായിക്കാമല്ലോ വേദഭാഗത്തേക്ക് വരുമ്പോൾ. യെഹെസ്കേൽ 18-ാം അധ്യായം 1 മുതൽ അതിന്റെ 18 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന്. 8-ാം അധ്യായം 18 മുതലുള്ള വാക്യല്ലേ? 18അല്ല, 8-ാം അധ്യായം, സോറി, 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ സ്പ്രഭ പോലെയുമായിരുന്നു.
അവൻ കൈപോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന്. കണ്ടോ, ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ അടുത്തത് നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു യഹൂദന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ആരാധനാലയത്തിലെ കാര്യമായി പറയുന്നത്. അടുത്തത് വായിച്ചു. പ്രാകാരത്തിൽ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവരിലൊരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നാറെ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്തു ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അപ്പം വിഗ്രഹാരാധന മ്ലേച്ഛതയാണ്. ആ മ്ലേച്ഛതകളെ നോക്കുക എന്ന് പറഞ്ഞു. അടുത്തത്, അങ്ങനെ ഞാൻ അകത്തു ചെന്നു വെറുപ്പായുള്ള ഓരോതര ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. ചുവരിന്മേൽ വരച്ചിരിക്കുന്നു. ഇന്നും അതേ സ്തോത്രം അനേക ദേവാലയങ്ങളിലേക്കൊക്കെ കടന്നു എന്ന് കഴിഞ്ഞാൽ ചുവരിന്മേലൊക്കെ വരച്ചു വെച്ചിരിക്കുക. വിശുദ്ധന്മാരുടെ നിന്നും വിശുദ്ധമതികളുടേതെന്നും പുണ്യാളന്മാരുടേതെന്നും ഒക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് വരച്ചു കൂട്ടിയിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതെല്ലാം ബാബിലോണിയ മതത്തിൽ നിന്ന് അതേ ഇസ്രയേലിലേക്ക് കയറി, ഇസ്രയേലിൽ നിന്ന് അതേ സ്തോത്രം ഒരു 4-5 നൂറ്റാണ്ട് AD അതേ 4, 5, 6 നൂറ്റാണ്ടുകളിലൊക്കെ അതേ സ്തോത്രം സംഭവിച്ച കാര്യം യഥാർത്ഥമായി യേശുവിനെ ഉൾക്കൊള്ളാതെ, യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതെ അതേ സ്തോത്രം മതപരിവർത്തനം വരുത്തി വന്ന ആളുകൾ അവർ വന്നപ്പോൾ അവരുടെ കൂടെ ഈ ദൈവങ്ങളും കൂടെ വന്നു. അതെല്ലാം ഇങ്ങനെ ഭിത്തിയിലും അത് രൂപങ്ങളായിട്ടും വിഗ്രഹങ്ങളായിട്ടും മാറുവാനിടയായി. എന്നിട്ട് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ യെസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശവും പിടിച്ചുകൊണ്ട് നിന്നു. അടുത്തത്, ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? കണ്ടോ? അപ്പോൾ ഈ ഭിത്തിയിലെല്ലാം പതിച്ചിരിക്കുക, ഇതിനെല്ലാം ധൂപം കാട്ടുക. ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സ്തോത്രം, ക്രൈസ്തവരെന്ന് പറയുന്ന നിരവധി ആളുകൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അതേ സ്തോത്രം ഇവിടെ യെഹെസ്കേലിനോട് പറയുകയാണ്, യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്നവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. അടുത്തത്, അവർ ഇതിലും വലിയ മ്ലേച്ഛതകളെ ചെയ്യുന്നത് നീ കാണും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. അടുത്തത്, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. കിഴക്കോട്ട് നോക്കി. ഇന്നും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന അനവധി ആളുകളുണ്ടല്ലോ. അത് ആരുടെ അതേ ആരാധനയാണെന്നറിയാവോ? ബാബിലോണിയ സൂര്യ ആരാധനയാണ്. കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടില്ല കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ, പടിഞ്ഞാറോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ, അതേ സ്തോത്രം തെക്കോട്ടും വടക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അതേ സ്തോത്രം പ്രാർത്ഥിക്കുന്നവർ
പുറം കണ്ണുകൾ അടച്ച് ദിശ നോക്കാതെ, അതേ സ്തോത്രം നമ്മുടെ കണ്ണുകൾ പുറം കണ്ണുകളെ അടച്ചിട്ട് അകം കണ്ണുകളെ തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കണം. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ കർത്താവ് മറുപടി തരും. കിഴക്കോട്ട് നോക്കിയുള്ള പ്രാർത്ഥന ബാബിലോണിയ മതത്തിൽ നിന്നുള്ളതാണ്. സൂര്യ ഭഗവാനെ ആരാധിക്കുന്നതാണെന്നുള്ള കാര്യം ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. വായിച്ചു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ, യഹൂദാ ഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം അധികം കോപിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. ആയതുകൊണ്ട് ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എന്റെ കണ്ണ് ആദരിക്കുകയില്ല, കരുണ കാണിക്കുകയുമില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും, അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല, ഞാൻ അവരുടെ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി സൂര്യനെ സ്തോത്രം വണങ്ങുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം ജ്വലിക്കും. സ്തോത്രം ദൈവത്തെ നിങ്ങൾ കലി പിടിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ നിലവിളിക്ക് ദൈവം മറുപടി തരികയില്ല. കാരണം എന്നാണെന്നറിയാമോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ 42-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഒരു വിഗ്രഹത്തിലും ദൈവ സാന്നിധ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ദൈവം തമ്പുരാൻ സ്തോത്രം ഇന്ന വിഗ്രഹം ഇന്ന സ്ഥലത്ത് സ്തോത്രം എന്തെങ്കിലും രീതിയിൽ മഹത്വം എടുക്കുവാൻ ശ്രമിച്ചാൽ അത് ദൈവമഹത്വമല്ല, വേറെ ആരുടെയോ മഹത്വമാണെന്നുള്ള കാര്യം സ്തോത്രം നിങ്ങൾ അറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ആ വിഗ്രഹത്തിന് മുമ്പിൽ നേർച്ചയിട്ടപ്പോൾ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളെല്ലാം സാധ്യമായല്ലോ. ഞങ്ങൾ നിഷേധിക്കുന്നില്ല, അതൊക്കെ സാധ്യമാകും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ദൈവത്തിൽ നിന്നും വരുന്നതല്ല. ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട്, ഈ ലോകത്തിൽ ഒരു ദൈവം. നമ്മൾ വായിക്കുന്നുണ്ട്, എടുത്ത് വായിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ഈ ലോകത്തിൻ്റെ ദൈവം തേജസ്സുള്ള കർത്താവിൻ്റെ സുവിശേഷത്തെ സ്തോത്രം ഇരുട്ടാക്കി കളയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം തമ്പുരാനും ചില കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും? അവനും അവൻ്റെ ചെപ്പടി വിദ്യയിൽ അത്ഭുതങ്ങൾ കാട്ടി അനേകരെ വഴിതെറ്റിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് കാണുവാൻ കഴിയുന്നല്ലോ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവദാസനായിരിക്കുന്ന മോശയെ ദൈവം വിളിച്ചിട്ട് ഇസ്രായേൽ ജനത്തെ അടിമ വീട്ടിൽ നിന്നും മിസ്രൈമിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള വടിയും കൂടി എടുത്തുകൊണ്ട് ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കണം എന്ന് പറഞ്ഞാൽ, നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. പറയുക. അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. കണ്ടോ, അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. അടുത്തത്, അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. സ്തോത്രം അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. കണ്ടോ, അത് സർപ്പമായിട്ട് തീർന്നു. അടുത്തത്, അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശൂദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവരുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. ഒറിജിനൽ ദൈവം തമ്പുരാൻ
വിളിച്ച് വേർതിരിച്ച് അതേ സ്തോത്രം ഫറവോൻ്റെ അടുക്കലേക്ക് ആരെ അയച്ചതാ? മോശയും അഹരോനെയും അയച്ചതാ. അവരുടെ കയ്യിൽ ദൈവം തമ്പുരാൻ അരുളി ചെയ്ത വടിയുമുണ്ട്. ആ വടി താഴേക്കിട്ടപ്പോൾ ആ വടി സർപ്പമായി തീർന്നു. ഉടനെ മന്ത്രവാദികളെ ഫറവോൻ വിളിച്ചു. ഫറവോൻ വിളിച്ച മന്ത്രവാദികളും വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന വടിയും എന്തു ചെയ്തു? താഴേക്കിട്ടു. അത് സർപ്പമായിട്ട് തീർന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവത്തിനും ചില അത്ഭുതങ്ങൾ കാട്ടുവാൻ, അടയാളങ്ങൾ കാട്ടുവാൻ കഴിയും. പക്ഷേ ശ്രദ്ധിക്കണം, അതിൻ്റെ താഴത്തെ വാക്യത്തിൻ്റെ അകത്ത് വായിക്കുന്നത് എന്നാണെന്നറിയാമോ? അത് സ്തോത്രം, മോശയുടെ വടി, സർപ്പമായി തീർന്ന വടി. വായിച്ചേ. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു. അടുത്തത്, അവയും സർപ്പങ്ങളായി തീർന്നു. അടുത്തത്, എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ വടികളെ എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. ഇന്ന് ഈ രാത്രികാലം ഓർക്കണം, അതേ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സർവശക്തനായ ദൈവമാണ്. അതേ സ്തോത്രം. പിശാചിന് അതേ ശക്തിയുണ്ടെങ്കിലും സർവശക്തിയില്ല. ആയതുകൊണ്ട് ശ്രദ്ധിക്കൂ, ഈ ലോകത്തിൽ ചില ചപ്പടി വിദ്യകളൊക്കെ കാണിച്ച് മന്ത്രവാദത്താലും ആഭിചാരത്താലും ക്ഷുദ്രപ്രയോഗത്താലും അതേ സ്തോത്രം ചൊല്ലുകളാലും ചൊലുത്തുകളാലും അത് ചില അത്ഭുതങ്ങളൊക്കെ അവർക്ക് കാണിക്കുവാൻ കഴിയും. എന്നാൽ ഒറിജിനൽ ദൈവം അതേ സ്തോത്രം ഏതെങ്കിലും ഒരു അത്ഭുതം ചെയ്താൽ അത് നിലനിൽക്കുന്ന അത്ഭുതമാണ്, അത് ദൈവദത്തമായ അത്ഭുതമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പൈശാചിക ശക്തിയാലും ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അത് കഴിയും എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അതേ സ്തോത്രം ദൈവസഭ ഇവിടുന്ന് അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ 7 വർഷക്കാലം മഹോപദ്രവകാലമാണ്. ഈ മഹോപദ്രവകാലത്ത് അതേ സ്തോത്രം പിശാച് അതേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും മേൽ ആവസിച്ചിട്ട് ഭയങ്കരം അത്ഭുതങ്ങൾ നടത്തും. ഭയങ്കരം അത്ഭുതം. അതിനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശ്രദ്ധിക്കണം. സത്യത്തിൽ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. സത്യത്തെ വിശ്വസിക്കത്തില്ല. അവിടെയും ഇവിടെയൊക്കെ പോയി 7 ആഴ്ച 9 ആഴ്ച 11 ആഴ്ച 13 ആഴ്ച നൊവേന ചൊല്ലിയാൽ, മെഴുകുതിരി കത്തിച്ചാൽ, പള്ളിയിൽ പോയാൽ, ഇന്ന സ്ഥലത്ത് പോയാൽ, മല ചവിട്ടിയാൽ, പുണ്യസ്ഥലങ്ങൾ തേടിയാൽ, അത് നീന്തിയാൽ, ഉരുണ്ടാൽ, അത് വീട് തെണ്ടിക്കൊടുത്താൽ, ഇഷ്ടിക ചുമന്നാൽ, കല്ല് ചുമന്നാൽ, അതേ സ്തോത്രം ഇന്ന അതേ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയുമ്പോൾ സത്യദൈവത്തിലേക്ക് അടുത്ത് വരാതെ ആളുകൾ എന്ത് ചെയ്യുന്നറിയാവോ? അതിൽ നിന്നും വഴുതിപ്പോയി അതേ സ്തോത്രം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അതേ അവിടെ പറയുന്നത്. അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്താണെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിച്ചു. അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് തന്നെ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതേ സ്തോത്രം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നറിയാവോ? വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നത്. ഒരിക്കൽ കടുത്തുരുത്തിയിൽ ഒരു രാവിലെ പ്രാർത്ഥന കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി പുറകിൽ നിന്നുകൊണ്ട് ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട രൂപത്തിലേക്ക് നോക്കിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വയറ്റിൽ മാതാവ്, വ്യാകുല മാതാവ്. ഉടൻ തന്നെ അടുത്തിരുന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചും ഇത് തോണ്ടിയിട്ട് പറഞ്ഞു, അങ്ങോട്ട് നോക്കിയേ, ക്രൂശിലേക്ക് നോക്കിയേ, ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ വയറുഭാഗത്തേക്ക് നോക്കിക്കേ, വ്യാകുല മാതാവിനെ കാണാൻ പറ്റുമോ? അവരും പറഞ്ഞു കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. മിന്നൽ വേഗത്തിൽ അതേ സ്തോത്രം ആ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക. അച്ഛനേതൊന്നും അറിയുന്നില്ല. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള കുർബാന കാണാൻ വന്നവരെല്ലാം അത് കണ്ടു കഴിഞ്ഞ് ഒരൊറ്റ പാച്ചിലായിരുന്നു ദേശം മുഴുവൻ. അതേ സ്തോത്രം. എന്തിന് പറയുന്നു? ഭയങ്കരം പരിപാടി. ആളുകൾ ഒഴുകാൻ ഒഴുകി അതേ സ്തോത്രം അനേകരെ കടന്നു വന്നു, ഫോട്ടോ എടുക്കുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു.
അതേ സ്തോത്രം ആ ഭണ്ഡാരപ്പെട്ടി മുഴുവൻ നിറഞ്ഞു. തിരുവനന്തപുരം അതേ സ്തോത്രം ആ ഭാഗത്തുനിന്ന് വരെ ജീപ്പും ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് അത് മടങ്ങിപ്പോകുമ്പോൾ അതേ അപകടത്തിൽ ഒരു യുവാവൊക്കെ മരിക്കുവാനിടയായി തീർന്നു. കാരണം എന്നാണെന്നറിയാവോ? അതിൻ്റെ പിന്നിൽ അതേ സ്തോത്രം പിന്നീട് അച്ഛൻ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്. അതേ സ്തോത്രം പള്ളിയുടെ പെരുന്നാൾ അടുക്കാറായപ്പോഴത്തേക്കും വിഗ്രഹത്തെ എല്ലാം പെയിൻ്റ് അടിക്കും. അതുപോലെ തന്നെ അതേ സ്തോത്രം കാരണം ഈ പ്രാവും കാഷ്ടവും ഈ ചുക്കിലിയും അത് പൊടിയും എല്ലാം പിടിച്ച് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഈ പെയിൻ്റൊക്കെ അടിച്ച് ചിരിക്കുന്ന മുഖമൊക്കെ കൊടുക്കുന്നത് ഈ പെരുന്നാൾ അടുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ പള്ളിക്ക് പെയിൻ്റ് അടിച്ചു. ഈ കൂട്ടത്തിൽ കലാകാരനായ ഒരു അതേ സ്തോത്രം പെയിൻ്റർ ഉണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോഴത്തേക്ക് ഒട്ടിയ വയറ്, യേശു ക്രിസ്തുവിൻ്റെ വയറ്, ഒട്ടിയ വയറ് ആ ഭാഗത്തൊക്കെ അതേ സ്തോത്രം ചെറുതായിട്ടൊരു മിനുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദൂരെ നിന്ന് നോക്കിയാൽ അതേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ വയറ്റിൽ അത് വ്യാകുല മാതാവ്. ഇതായിരുന്നു സംഭവം. അപ്പോൾ കെട്ടുകഥകൾ കേട്ടാൽ മതി ആളുകൾ ഓടാനായിട്ട്. അതേ സ്തോത്രം അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ അത് നടക്കുന്നു. പാലക്കാട്ടൊരു പെൺകുട്ടി അതേ സ്തോത്രം ഓസ്തി അത് ചവച്ചപ്പോൾ രക്തം വന്നു. എന്തൊരു അതേ സ്തോത്രം സാക്ഷ്യമായിരുന്നറിയോ? ആളുകളെല്ലാം അങ്ങ് ഓടുക. അതേ സ്തോത്രം അങ്ങനെ കണ്ണിൽ കൂടെ രക്തം വരുന്നു, കണ്ണുനീർ വരുന്നു, ബിംബത്തിൽ കൂടെ വിഗ്രഹത്തിലൂടെ അതേ സ്തോത്രം ഈ കണ്ണുനീർ വരുന്നു, അല്ലെങ്കിൽ രക്തം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരം അതേ സ്തോത്രം ഇതുപോലെയുള്ള മുത്തശ്ശി കഥകൾ കേട്ട ആളുകൾ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു 18 വർഷം പ്രവർത്തിച്ച ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കുറവലങ്ങാട്ടും ഇതുപോലെ 4-ാം നൂറ്റാണ്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട്, അവിടുത്തെ മാതാവിനിട്ടിരിക്കുന്ന പേര് അതേ സ്തോത്രം ഇത് ഈ മുത്തിയമ്മ എന്നാണ്, മുത്തിയമ്മ. അപ്പോൾ ഈ മുത്തിയമ്മ അതേ സ്തോത്രം ഈ 4-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ ഇടയന്മാരെ വിളിച്ചിട്ട്, അവർക്ക് വെള്ളമില്ല, കുഞ്ഞുങ്ങൾ വന്നപ്പോഴത്തേക്കും വെള്ളമില്ലായിരുന്നു. അപ്പോൾ കൈകൊണ്ട് മാന്തി ഒരു സ്ഥലം കാണിച്ചു. അവിടെ അതേ സ്തോത്രം അത്ഭുത ഉറവ തുറന്നെന്നാണ് പറയപ്പെടുന്നത്. അത്ഭുത ഉറവ ഇന്നും പള്ളിയുടെ തൊട്ടുപുറകിൽ അതേ സ്തോത്രം അനേകായിരങ്ങൾ അവിടെ വന്ന് അതേ സ്തോത്രം ആ വെള്ളം എടുത്തുകൊണ്ട് ഭക്തിയോടെ കൊണ്ടുപോകുന്ന, അവിടെ വെച്ച് തന്നെ കുടിക്കുന്നവരുണ്ട്. അതേ സ്തോത്രം അതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ട്യൂബുകളൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ട്യൂബിൻ്റെ അകത്തൂടൊക്കെ വെള്ളം വരുന്നത് അതേ സ്തോത്രം കാണാവുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ ഏത് തട്ടിപ്പ് നടത്തുവാൻ ആളുകൾ തയ്യാറാണ്. അതിലങ്ങ് വിശ്വസിക്കുക. കാരണം എന്നാ? ഈ വാക്യം ഒന്നോട് അതേ ശ്രദ്ധിക്കണം. ഇങ്ങനെ തട്ടിപ്പിലും അതേ സ്തോത്രം വെട്ടിപ്പിലും ഒക്കെ ഇരയാകുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 2-ാം അധ്യായം 11-12 വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മളോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം വായിച്ചാട്ടെ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ കണ്ടോ, കള്ളത്തരത്തിന്റെ വ്യാപാര ശക്തിയെ അയക്കുന്നു. അതെല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ പിന്നിൽ പോകാൻ എല്ലാവരും തയ്യാറാണ്. അനേകായിരങ്ങൾ അതിലേക്ക് ഓടി അടുക്കുവാനായിട്ട് തയ്യാറാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ അതേ സ്തോത്രം ആവർത്തന പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൽ അതേ ഇപ്രകാരം മോശയിലൂടെ ദൈവാത്മാവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? അതിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ തുടർന്നും വായിക്കേണ്ടതാണ്. നമുക്ക് അത് നിങ്ങൾ വായിച്ചാൽ മതി. അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പി, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു.
നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ അത്ഭുതം നടക്കുന്നു, ഇവിടെ ഇങ്ങനെ അത്ഭുതം നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓടരുത്. യഥാർത്ഥമായിട്ട് അതേ സത്യദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ അത്ഭുതം ചെയ്യുവാൻ, വിടുതലുകളെ തരുവാൻ ദൈവം മതിയായവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഇനി നമ്മൾ രക്തം ഒലിപ്പിച്ച് ആരാധിച്ചാലും ഈ വിഗ്രഹ ദൈവങ്ങളുടെ മുമ്പിൽ ആരാധിച്ചാലും സത്യദൈവം എന്ത് ചെയ്യത്തില്ല? മറുപടി തരത്തില്ല. അതേ സ്തോത്രം. നമുക്ക് അത് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ചെയ്ത പരിപാടി എന്നറിയാവോ? സത്യദൈവത്തെ ആരാധിക്കേണ്ടവനാ. അതേ പ്രമാണം കൊടുത്തതാ. ഈ പ്രമാണം അവനും ബാധകമാണ്. അതേ സ്തോത്രം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ പോകാൻ പാടില്ല എന്ന് ദൈവം തമ്പുരാൻ അരുളി ചെയ്താണ്. എന്നാൽ സംഭവിച്ച കാര്യം, അദ്ദേഹത്തിന് രാജ്യഭരണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആഹാബിനെ കുറിച്ച് പറയുക, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാട്ടിലും ഒന്നോട് അകൃത്യം ചെയ്യുവാൻ, പാപം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തവനാ. വായിച്ചു. നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയെ. അതേ സ്തോത്രം. ഈ അവിടെ ഒരു ഇസബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേ സ്തോത്രം. അവൾ വേറെ ജാതിയിൽപ്പെട്ടവളാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശ്വാസി എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വാസി അവിശ്വാസിയുമായിട്ട് ഇണയില്ല, പിണ കൂടരുതെന്ന്. അപ്പോൾ ഈ ആഹാബ് ചെയ്ത പരിപാടി, ജാതീയ സ്ത്രീ ആയിരിക്കുന്ന ഇവളെ വിവാഹം ചെയ്തു. ഇവളെ വിവാഹം ചെയ്തപ്പോൾ ഇവൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അതേ സ്തോത്രം. ഒത്തിരി പ്രവാചകന്മാർ ഇവളുടെ കൂടെ അങ്ങ് കൂടി, ബാലിൻ്റെ പ്രവാചകന്മാർ. അതേ സ്തോത്രം. ഇനി ബാലെന്ന് പറയുന്ന പുള്ളിക്കാരനാരാ? അതേ സ്തോത്രം. ബാലിൻ്റെ അർത്ഥം യജമാനൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതേ സ്തോത്രം. ഒരു കനാന്യ പദമാണ് ബാൽ എന്നുള്ളത്. കനാന്യരുടെ പ്രബലനായ ദേവനായിരുന്നു ഈ ബാല്. എൽ എന്ന ദേവൻ്റെ പുത്രനാണ് ബാൽ എന്നാണ് അവരുടെ അതേ സ്തോത്രം ഭാവന. കനാന്യരുടെ ഒരു കാർഷിക ദേവനും കൂടിയായിരുന്നു ഈ ബാലെന്ന് പറയുന്നത്. ആഹാബ് സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകളായ ഇസബേലിനെ വിവാഹം കഴിച്ചപ്പോൾ അവളോടുകൂടെ അവിടുത്തെ ദൈവമായ ബാൽ വിഗ്രഹങ്ങളെയും കൊണ്ടുവന്നു. മാത്രമല്ല അനേക പ്രവാചകന്മാരെയും അത് കൊണ്ടുവന്നു. അവരിങ്ങനെ തേരാപ്പാര ഈ ഇസ്രയേലിൽ അതേ ഓരോ സ്ഥലത്തും മുക്കിനും മൂലയിലും ഒക്കെ അത് പ്രവചിച്ചുകൊണ്ട് നടക്കുകയാണ്. ബാലാണ് ദൈവം, ബാലാണ് നിങ്ങൾക്ക് മഞ്ഞും മഴയും ഒക്കെ തരുന്നത്. അതേ സ്തോത്രം. അതുകൊണ്ട് ഈ ബാലിന് നിങ്ങൾ മുട്ടുമടക്കണം. അനേകരെ എതിർത്തു, സത്യവിശ്വാസികൾ എതിർത്തു. അവരെ ആഹാബിൻ്റെ പടയാളികൾ അതേ സ്തോത്രം ഇത് ബാലിൻ്റെ വായ്ത്തലയിൽ വെട്ടിക്കൊല്ലുവാൻ ഇടയായിത്തീർന്നു. അതേ സ്തോത്രം. ഒബദ്യാവ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ അതേ സ്തോത്രം 50 വീതം പ്രവാചകന്മാരെ, സത്യപ്രവാചകന്മാരെ ഗുഹയ്ക്കകത്താക്കി തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഏലിയാവ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ മുട്ടുമേലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ മഞ്ഞും മഴയും കൊടുക്കുന്നത് ബാലല്ല, സകലത്തെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവമാണെന്ന് ഈ ജനം വിശ്വസിക്കണം. അതിനു വേണ്ടിയിട്ട് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും അത് ഒറ്റയ്ക്കിരുന്ന് അതേ സ്തോത്രം നിങ്ങൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചാൽ അന്യാരാധനകളെ, അന്യദേവന്മാരുടെ അതേ സ്തോത്രം വ്യാപാര ശക്തികളെ തടഞ്ഞ് ദൈവശക്തി വെളിപ്പെടുമാറ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, ദേശത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. സംഭവിച്ച കാര്യം എന്നാണെന്നറിയാമോ? ഏലിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവിനെ ധൈര്യപ്പെടുത്തി. അതേ സ്തോത്രം. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ നീ ആഹാബിൻ്റെ ഭവനത്തിലേക്ക് പോ. അതേ സ്തോത്രം. അവിടെ ചെന്ന് അത് ഇന്ന രീതിയിൽ കാര്യങ്ങൾ പറയണമെന്ന്
അത് പറയുവാനിടയായി തീർന്നത്. നമ്മൾ വായിക്കുന്നത് ആ വായിച്ച വേദഭാഗം ഫുൾഫിൽ ചെയ്തിട്ട് അത് 17-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കുന്നതായിരിക്കും. അതിന് 30-ാമത്തെ 16-30 മുതൽ ഒന്നുകൂടെ വായിച്ചാട്ട് ഞാൻ എൻ്റെ പശ്ചാത്തലം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചാട്ടെ. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അടുത്തത്, നെബാത്തിന്റെ മകനായ യെരോബിയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. വിഗ്രഹാരാധന അധികം ദോഷം, അധികം പാപം, അധികം അകൃത്യം. അതേ യഹോവയ്ക്ക് ദൈവം തമ്പുരാൻ കോപം ജ്വലിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം ദൈവം മക്കൾ മറന്നു പോകരുത്. ഞങ്ങളെ കേൾക്കുന്നവർ മറന്നു പോകരുത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആഹാബിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഏലിയാവ്, അതേ സ്തോത്രം, 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഏലിയാവ് അതേ അരമനയിലേക്ക് കടന്നു ചെന്നു. വായിച്ചാട്ടെ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് അതേ സ്തോത്രം ആഹാബ് എന്ത് ചെയ്തു? ഈ ഏലിയാവ് ആഹാബിൻ്റെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുവാനിടയായി തീർന്നു. അതേ സ്തോത്രം. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. കാരണം ഇദ്ദേഹവും അങ്ങ് ധരിച്ചു വെച്ചു മഞ്ഞും മഴയൊക്കെ പെയ്യിപ്പിക്കുന്നത് കാർഷിക ദേവനായിരിക്കുന്ന ഈ ബാലായിരിക്കുമെന്ന്. ഇന്നും അങ്ങനെ അനേകരൊക്കെ ചിന്തിക്കാറുണ്ട്. എൻ്റെയൊക്കെ കൊച്ചിലെ അതേ സ്തോത്രം ഈ ഞങ്ങൾ കൃഷി ഇറക്കാൻ നേരത്ത് ഹനാൻ വെള്ളം അതേ സ്തോത്രം കൊണ്ടുവന്ന് ഇങ്ങനെ തളിക്കുന്നത് അതേ സ്തോത്രം ഈ കൃഷിയൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അതേ സ്തോത്രം ഈ കൃഷിയൊക്കെ അനുഗ്രഹിക്കപ്പെടണം. എലിവെട്ടില്ലാതെ, ചാടി അത് കടിക്കാതെ, മുഞ്ഞ കൊണ്ടുപോകാതെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അത് ചെയ്യും. എന്നിട്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഓരോ സ്ഥലത്ത് ഓരോ ദൈവങ്ങളുണ്ട്. ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഗീവരീസ് പുണ്യാളിനെ, എടത്തുവായിൽ ഗീവരീസ് പുണ്യാളിനെ അതേ സ്തോത്രം, അല്ലെങ്കിൽ മാതാവിനെ, അല്ലെങ്കിൽ ഔസേപ്പിതാവിനെ ഒക്കെ ശരണപ്പെട്ടാണ് ഈ അതേ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? കൊയ്യുമ്പോൾ ആദ്യത്തെ കറ്റ നേരെ അതേ പള്ളിയിലേക്ക് കൊണ്ടുപോകും. കാരണം ഈ കൃഷിയെ അനുഗ്രഹിച്ചതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോഴിക്കൃഷിയും ഭയങ്കര രസമാണ് കേട്ടോ. അതേ സ്തോത്രം. ഈ കോഴിയെ അടവെക്കും, മുട്ടയെടുത്ത് അതേ സ്തോത്രം. അത് ഒറ്റ സംഖ്യയിലേ വെക്കത്തുള്ളൂ. അതിൻ്റെ ശാസ്ത്രം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് 7, 9, 11, 13, 15 ഈ മുട്ട അങ്ങോട്ട് വെച്ച് അടവെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേ സ്തോത്രം. ഗീവരീസ് പുണ്യാളിച്ച ഈ കോഴിമുട്ടയെല്ലാം വിരിയണം. അതിനെ കാക്ക കൊണ്ടുപോകാതെ, പുള്ളു കൊണ്ടുപോകാതെ, അതുപോലെ തന്നെ പരുന്ത് കൊണ്ടുപോകാതെ കാത്തു സൂക്ഷിച്ചാൽ അതേ സ്തോത്രം പുണ്യാളിന് ഏറ്റവും നല്ല കോഴിയെ കൊണ്ടുവന്ന് തരാമെന്ന് പറയുകയും അതേ സ്തോത്രം. ഈ പുണ്യാളൻ ഞങ്ങളുടെ വീട് എടത്വാ തഴി റോഡിൻ്റെ അതേ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ പുണ്യാളൻ ഈ 7 പൂട്ട് ഒക്കെ തല്ലി പൊളിച്ച് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അത് കേട്ടും കൊണ്ട് പിന്നെ കോഴിയെ നോട്ടമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഇതിനെ കാക്ക കൊണ്ടുപോകാതെ, പുള്ളു കൊണ്ടുപോകാതെ, അതേ സ്തോത്രം മറ്റ് ക്ഷുദ്രജീവികൾ കൊണ്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതേ സ്തോത്രം. സത്യദൈവത്തെ ഇങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ. സത്യദൈവത്തെ ഇങ്ങനെ വരമ്പത്ത് കുത്തിയിരിക്കുവാനും അതേ സ്തോത്രം ഒരു പിടി അതേ നെല്ല് കൊണ്ട് കൊടുത്താൽ, ഗോതമ്പ് കൊണ്ട് കൊടുത്താൽ, ബാർലി കൊണ്ട് കൊടുത്താൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ ഒന്നാമത് ഹൃദയം അതേ ശുദ്ധീകരിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടുകൂടി ഇരിക്കുന്നവർക്ക് വേണ്ടി സകലതും ദൈവം ചെയ്യുമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 115-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു, അവന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു.
ആരുടെ പ്രാർത്ഥനയ്ക്ക്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക്. അതേ സ്തോത്രം. ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി തരുന്നത്. അല്ലാതെ അതേ സ്തോത്രം വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ട് ദൈവം തമ്പുരാൻ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ തിരിഞ്ഞുപോലും നോക്കത്തില്ലെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്താ സംഭവിച്ചെന്നറിയാമോ? അതേ സ്തോത്രം ആഹാബിൻ്റെ ധാരണകളെയെല്ലാം അതേ സ്തോത്രം തിരുത്തുമാറ് ഏലിയാവ് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമില്ല മഴയുമില്ല. അതേ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? മഞ്ഞും മഴയും കൊടുക്കാതെ 3.5 വർഷം ഭയങ്കരമായിട്ടുള്ള അതേ സ്തോത്രം കഠിന ശോധനകളിലൂടെ ആ ജനം കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 20 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ചു 3.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതേ സ്തോത്രം ഈ ഏലിയാവ് ആഹാബിന് അതേ സ്തോത്രം ആഹാബ് ഈ ഏലിയാവിനെ പിടിക്കുവാൻ അവിടെ എല്ലാം നെട്ടോട്ടം അത് ഓടി. എങ്കിലും ദൈവം അദ്ദേഹത്തെ ഏലിയാവിനെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് അതേ സ്തോത്രം ആഹാവുമായിട്ട് 3.5 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടുമുട്ടുകയും ഒരു കാര്യം അവിടെ ചെയ്യുവാനായിട്ട് അത് താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. വായിച്ചു. എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ചു ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളുകളെ അയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തി എന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. 450 പ്രവാചകന്മാരാണ് ആരുടെ കൂടെ വന്നത്? ഇസബേലിന്റെ കൂടെ വന്നത് സ്ത്രീധനമായിട്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഞങ്ങൾക്ക് 2 കാളകളെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ണമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ എന്ന് പറഞ്ഞു. അടുത്തത്, അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി. ബാലെ ഉത്തരമരുളണമേ എന്ന് രാവിലെ തുടങ്ങി. കനാന്യരുടെ ഏറ്റവും വലിയ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വായിച്ചു. രാവിലെ തുടങ്ങി രാവിലെ മുതൽ ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. അടുത്തത്, ഒരു ശബ്ദമോ ഒരു ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങിയാകുന്നു, അവനെ ഉണർത്തേണമെന്ന് പറഞ്ഞു. അവർ ഉറക്ക വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ദൈവമേ കേൾക്കണമേ, തീയറക്കണമേ. രാവിലെ മുതൽ ഉച്ചവരെ അവര് കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. വായിച്ചതായിട്ട് വായിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ്, എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി.
പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ണം കണ്ണമാക്കി വിറകിന്മേൽ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിന്റെ ശേഷം 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ. കേട്ടോ, ദൈവദാസന്റെ പ്രാർത്ഥന കേട്ടോ. ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ചു. അതേ സ്തോത്രം. ഒരു ശത്രുവും കുറ്റം പറയാത്ത രീതിയിൽ അതേ സ്തോത്രം വെള്ളം കൊണ്ട് നിറച്ചു നനച്ചു. ഒരു രീതിയിലും കത്താൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവേ. അടുത്തത്, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു. ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്ന്. ഏതാ 3.5 വർഷം ആകാശത്തെ അടച്ചത്, മഞ്ഞും മഴയും പെയ്യിപ്പിക്കാതെ വണ്ണം അതേ സ്ഥലം അടച്ചത് അത് നിന്റെ കൽപ്പന പ്രകാരമാണെന്നും. അടുത്തത്, ഇന്ന് വെളിപ്പെട്ടു വരട്ടെ ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. അടുത്തത്, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. അടുത്തത്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അടുത്തത്, ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം. അപ്പോ ഒരു വിഗ്രഹവും ഇല്ല, ഒരു പ്രതിമയും ഇല്ല, ഒരു രൂപവുമില്ല. അതേ സ്തോത്രം, സത്യദൈവം വെളിപ്പെട്ടു. ഇസ്രായേൽ എല്ലാവരും അതേ സ്തോത്രം ആ ദൈവത്തിൻ്റെ മുമ്പിൽ അത് വണങ്ങുവാനിടയായിത്തീരുന്നു, ആരാധിപ്പാനിടയായിത്തീരുന്നു. താഴത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഏലിയാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. കണ്ടോ, നിങ്ങളെ കബളിപ്പിക്കുന്ന അതേ സ്തോത്രം കള്ളപ്രവാചകന്മാരെ അതേ സ്തോത്രം വിഗ്രഹത്തിലേക്ക് അടുപ്പിച്ച് രക്തമൊലിപ്പിച്ച് തുള്ളുകയും ചാടുകയും അതേ സ്തോത്രം ഒക്കെ ചെയ്യുന്ന, ഭയങ്കരം പെരുന്നാളുകളൊക്കെ നടത്തുന്ന, ആഘോഷങ്ങൾ നടത്തുന്ന, വിഗ്രഹങ്ങളുടെ പേരിൽ നടത്തുന്ന ആളുകളെ വെറുതെ വിടരുത്. അതേ സത്യദൈവമുണ്ട്. ആ സത്യദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ഏത് സമയത്തും നമുക്ക് ഉത്തരം തരുവാൻ സത്യദൈവം മതിയായവനാ. ആ ദൈവത്തെക്കുറിച്ച് പറയുന്നു, അവൻ ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. സ്നേഹിതരെ, അതുകൊണ്ട് അതേ സ്തോത്രം ഈ സത്യദൈവത്തെ അതേ ആരാധിക്കാൻ നീ രക്തം അതേ സ്തോത്രം ഒലിപ്പിക്കണ്ട, ദേഹോപദ്രവം ഒന്നും ചെയ്യണ്ട, നിൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കണ്ട. അതേ സ്തോത്രം പള്ളിക്ക് ചുറ്റും നീ നീന്തണ്ട, അതേ സ്തോത്രം കല്ല് ചുമക്കണ്ട, അതേ ഉരുളണ്ട, അതേ സ്തോത്രം മലകൾ കയറണ്ട. അതേ സ്തോത്രം അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകത്തില്ല. ആയതുകൊണ്ട് ഇന്ന് അതേ സ്തോത്രം രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്ര വലിയ അതേ വിഷയമായ അതേ പ്രാർത്ഥനയാണെങ്കിലും, അതേ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന അതേ വിഷയമാണെങ്കിലും, ഇന്ന് പകലിൽ അതേ സ്തോത്രം ദൈവം പ്രവർത്തിക്കുവാൻ, ഇന്ന് രാത്രിയിൽ ദൈവം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവേ, ലൈവായിട്ട് അന്ധകാര ശക്തികളെ, അതേ വിഗ്രഹ ആരാധനകളെ, അതേ സ്തോത്രം അത് തെറ്റാണെന്ന് തിരുവചന വെളിച്ചത്തിൽ അറിയിപ്പാൻ തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ സ്തോത്രം അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, വിശേഷാൽ ഈ ലൈവ് പ്രോഗ്രാം അതേ സ്തോത്രം നടത്തുന്ന സാംസ് ടിവിയെയും അതുപോലെ തന്നെ കർത്താവെ ഷാജി ബ്രദറിനെയും തൻ്റെ കുടുംബത്തെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ പകരണമേ. അതേ സ്തോത്രം അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കണം. പ്രാർത്ഥനകടനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി